പാർട്ട് 1 പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തിന് ടാറ്റ പറഞ്ഞിട്ട് ആലപ്പുഴയിലേക്ക് റീച്ച് ആവാൻ പോവുകയാണ്. റീച്ച് ആയിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ കോട്ടയം തീരാറായിട്ടുണ്ട്, ആലപ്പുഴ എത്താറായിട്ടുണ്ട്. ആലപ്പുഴ എത്തിയപ്പോൾ ഇതുപോലെ ഈ ഈ മരങ്ങളും പ്രകൃതി രമണീയവും മാത്രമല്ല, ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ സ്കൈ ആട്ടോ ഇഷ്ടപ്പെട്ട. എന്ത് ഭംഗിയല്ലേ, എന്ത് എസ്തെറ്റിക് ആയി ഒരു സ്കൈ കാണാനായിട്ട്. ഞാൻ വണ്ടർ അടിച്ചു പോയി. സ്കൈ എവിടെ പോയാലും ഒരേപോലെയാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ പോയി നിന്ന് നമ്മൾ സ്കൈ ഫോട്ടോ എടുക്കുമ്പോഴുണ്ടല്ലോ, ആ ഒരു ക്ലാരിറ്റി, ആ ഒരു ഭംഗി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ് ഗൈസ്. അത് എന്നെപ്പോലെ എസ്തെറ്റിക് ഫോട്ടോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ദേ വീണ്ടും റീൽസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ തന്നെ ഇത് സെൽഫി വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് ഗൈസ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഇന്നെ ആരും ഫോട്ടോ എടുക്കുന്നു എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ എടുത്തതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ടൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പം ഞാനിത് യൂട്യൂബിൽ എന്തായാലും ഇടും. കാരണം യൂട്യൂബിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എന്നെ. സോ നിങ്ങൾക്കറിയാം എന്നുള്ള എന്നെ കാണിക്കുന്നതിൽ എനിക്ക് നാണക്കേടില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് കോപ്രായം വേണോ യൂട്യൂബിലിടാം. പക്ഷേ ഇൻസ്റ്റയിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ കാരണം ഇൻസ്റ്റ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, വാട്സപ്പ് അധികം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് ഗൈസ്. യൂട്യൂബിന് വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ മറ്റുള്ളവരുടെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ഇൻസ്റ്റയും വാട്സപ്പൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യും, ഡെയിലി കുറച്ച് നേരം വരെ യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. കാരണം അവിടെ നമുക്ക് ലാസ്റ്റ് സീനില്ല, ചാറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്കിരിക്കാം. അതാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു ഗൈസ് ഞാൻ. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മളിതേ ആലപ്പുഴ റീച്ച് ആവാൻ പോവുകയാണ്. ദേ ആലപ്പുഴ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം കഴിഞ്ഞു, ഇപ്പോൾ ആലപ്പുഴ എത്തും. അപ്പോൾ ആലപ്പുഴ എത്താറായിട്ടുണ്ട്. ഫൈനലി വി ഹാവ് റീച്ച്ഡ് അവർ ബ്യൂട്ടിഫുൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആൻഡ് ഐ ലവ് ഇറ്റ് വെരി മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് മുൻപും പറഞ്ഞിട്ടുണ്ട്, വെള്ളങ്ങളുള്ള സ്ഥലങ്ങളും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്. ആലപ്പുഴ എത്തിയപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും പിന്നെ കായലിൻ്റെ ഓളങ്ങളും മാത്രമല്ല, ഒരുപാട് ബോട്ടിങ്, ഒരുപാട് ഹൗസ് ബോട്ടിങ്, ഒരുപാട് സ്പീഡ് ബോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം, ഒരുപാട് ആൾക്കാരെ കാണാം. ഞാനിങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ, ഈ കുഞ്ഞു പയ്യൻ മീൻസ് ചിലപ്പോൾ എന്നെക്കാട്ടി മൂത്തവരുണ്ട്, മിക്സഡ് ഏജസ് ആയിട്ടുള്ളവർ. എന്നിട്ട് മുതുക്ക് മാമന്മാർ അങ്ങനെയല്ല, കൊച്ചു പയ്യന്മാർ, ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഇങ്ങനെ ബോട്ടിൽ പോവായിരുന്നേ. അവർ ഗ്യാങ്ങായിട്ട് ഒരു ബോട്ടിൽ പോവായിരുന്നു. അപ്പോൾ അവരെന്നെക്കാട്ടി ഇങ്ങനെ ടാറ്റയും കൂവി വിളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിങ്ങനെ അമ്മയെ നോക്കിയപ്പോൾ അങ്കിള് പറഞ്ഞു കൊടുത്തു, അവളെ നോക്കിയാൽ ടാറ്റ കാണിക്കുക ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നാണം കെട്ടുപോയി ഗൈസ്. എന്താ ചെയ്യുക, എവിടെ പോയാലും ഫാൻസ് ഉണ്ട് ഗൈസ്, ടാറ്റ തരാൻ. മേ ബി എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഈ വൈച്ചൂസിൻ്റെ ആരാധകരായിരിക്കും, എനിക്കറിയത്തില്ല ഗൈസ്, ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കും ഗൈസ്. ഞാൻ വീണ്ടും വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. എനിക്ക് ഈ ബോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസി ലുക്ക് അല്ലേ. ഞാൻ ഇതുപോലത്തെ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട് മുൻപ്. ബട്ട് ഈ ഒരു ഇത്രയും ക്ലാസി ലുക്കില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ കയറിയത് പോലത്തെ ബോട്ട് ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ അതിനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ സാധാ പ്രൈവറ്റ് ബോട്ടിലും കയറി, ഗവൺമെൻറ് ബോട്ടിലും കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എനിക്ക് പ്ലെയിനിലും കൂടെ കയറണം എന്നാണ് ആഗ്രഹം. അതിനി എന്ന് സാധിക്കും എന്നറിയില്ല. നിങ്ങളൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മേ ബി ഉടനെ തന്നെ സാധിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ സാധിക്കും. എന്തായാലും ഞാൻ പ്ലെയിനിൽ കയറും. ബോട്ടിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ട്രെയിനിൽ കയറണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു, ട്രെയിനൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ആഗ്രഹം പ്ലെയിനാണ്. അപ്പോൾ അതിന് കയറാൻ സാധിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. ഒരു വീഡിയോയിൽ ഞാൻ പല വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നപ്പോൾ ഒരുപാട് പേർ എന്നെ മിസ്സ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിസ്സ് ചെയ്ത് കാണുമോ, മിസ്സ് ചെയ്യുന്നുണ്ടോ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കില്ലേ. അപ്പോൾ മിസ്സൊക്കെ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെയൊക്കെ വീടൊക്കെ കാണാൻ എന്ത് രസമല്ലേ. പക്ഷേ അവരൊക്കെ ഈ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറുമ്പോൾ കഷ്ടമായിരിക്കും അല്ലേ, പാവം. പക്ഷെ നല്ല ഭംഗിയുണ്ട് വെള്ളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ താമസിക്കുക. അതൊക്കെ ഒരു വൈബല്ലേ ഗൈസ്. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തി, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ വീടെത്തും. കുറച്ച് നേരമല്ല ഗൈസ്, ഈ വീഡിയോയിൽ കുറച്ച് നേരമേ കാണുള്ളൂ, പക്ഷേ ഒരു മണിക്കൂർ എടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തും. അപ്പോൾ വീട്ടിലോട്ട് പോകണതിന് മുമ്പ് ഞാൻ ട്രെയിനിലിരുന്ന് ഈ ബിങ്കോ ഒക്കെ കഴിച്ചു.
Then we have reached our Trivandrum railway station, Central Railway Station. Appo okay, bye, tata. Thank you for watching.